ചില ദൃശ്യങ്ങൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളത് പറയുന്നതിലൊന്നും ഒരു അർത്ഥവും ഇല്ലാത്ത പോലെയാണ്. ഈ അവർക്കൊപ്പം ക്ലാസ്സിൽ പഠിക്കുന്ന സഹപാഠികളൊക്കെയാണെന്ന് തോന്നുന്നു. ഒന്നും ഉൾക്കൊള്ളാനാകാതെ അലറിക്കരയുകയാണ് ആ കുഞ്ഞുങ്ങളുടെ അടുത്ത് വന്ന് നിന്നുകൊണ്ട്. നാട്ടുകാരൊക്കെയും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. നമുക്ക് കൂടുതലൊന്നും അവരോട് ഈ ഒരു ഘട്ടത്തിൽ സംസാരിക്കാൻ കഴിയില്ലെങ്കിലും സ്വാലിഹ അവിടെ എത്തിയപ്പോൾ ഇവരുടെയൊക്കെയും ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ഈ കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ എന്താണ് അവർ പറയുന്നത്? ഈ ആളുകളുടെ ഒരു എന്താ പറയുക, ഈ പെട്ടെന്ന് ഈ കളിചിരിയൊക്കെ ഇല്ലാതായതിൻ്റെ ഒരു വലിയ വിഷമം, ഒരു ഷോക്ക് ആളുകൾക്കുണ്ട്. പലരും പ്രതികരിക്കാൻ പോലും തയ്യാറല്ലാത്ത സാഹചര്യം. പിന്നെ അവരുടെ ഒക്കെ ഈ അടുത്ത ബന്ധുക്കളൊക്കെ വലിയ വേദനയിൽ തന്നെയാണുള്ളത്. അവരുടെ ഒരു സ്വകാര്യതയിലേക്ക് കൂടി കയറണ്ട എന്ന് കരുതിയാണ് ഞാൻ വീണ്ടും അങ്ങോട്ട് ചെല്ലാത്തത്. നമുക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം പലരുടെയും ഒരു എന്താ പലരും ഒന്ന് സംസാരിക്കാൻ പോലും തയ്യാറല്ലാത്ത സാഹചര്യമുണ്ട്. ഈ വളരെ ഹൃദയഭേദകമായ കാഴ്ചകൾ, ഈ കുട്ടികളോട് വളരെ അടുപ്പമുണ്ടായിരുന്ന ആളുകൾ ഇപ്പോൾ തൊട്ടടുത്ത ഈ വീടിൻ്റെ നേരെ മുൻവശത്തുള്ള വീട്ടുകാരൻ ഞങ്ങളോട് എന്തോ പറയാൻ വേണ്ടി വന്നതായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം വിതുമ്പുകയായിരുന്നു. അതോടുകൂടെ ഞങ്ങൾ സംസാരം നിർത്തി മാറിപ്പോവുകയാണ് ചെയ്തത്. കാരണം ഇങ്ങനെ ആളുകളോട് നമുക്ക് സംസാരിക്കാൻ പോലും കഴിയാത്തത്ര വേദന ഈ ഓരോ വീടുകളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു പൊതുദർശനത്തിന് പോലും തൊട്ടടുത്തുള്ളൊരു വീട്ടിൽ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നു റിദ ഫാത്തിമയ്ക്കായി. അത്രമേൽ ഈ നാട്ടുകാരൊക്കെ വളരെ അടുത്ത ബന്ധങ്ങൾ ഉണ്ടായിരുന്നവരാണ്. ഈ കുട്ടികളൊക്കെ ആയിട്ട് എപ്പോഴും ഇടപഴകിയിരുന്ന, കളിചിരികളൊക്കെയായി സംസാരിച്ചിരുന്നവരാണ് ഇവിടെ ഓരോരുത്തരുമുള്ളത്. രാവിലെ ഈ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ റോട്ടിലൂടെ നടന്നു പോകുന്നത് ഇവരൊക്കെ കാണുന്നവരാണ്. അത് പെട്ടെന്ന് ഇല്ലാതായിരിക്കുന്നു എന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ പോലും ഇപ്പോഴും സാധിച്ചിട്ടില്ല. ഏതായാലും ഈ ഖബറടക്കത്തിനുള്ള ഒരുക്കങ്ങൾ പള്ളിയിൽ ഏതാണ്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ നാട്ടുകാർക്കെല്ലാം കൂടി ഈ സ്കൂളിലെ കൂട്ടുകാരും സഹപാഠികളുമൊക്കെ അന്ത്യോപചാരം അർപ്പിക്കാൻ ഈ ഓഡിറ്റോറിയത്തിലായിരിക്കും എത്തുക എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ 8 മണിയോടെ തന്നെ ഇത് ഓഡിറ്റോറിയത്തിലേക്ക് 4 ഭൗതിക ശരീരങ്ങളും മാറ്റുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളത്. അതിനുള്ള ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ എല്ലാം തന്നെ ഓഡിറ്റോറിയത്തിലും അതുപോലെ പള്ളിയിലും ഒക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. കാവ്യ, സ്വാലിഹ് ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ് പ്രേക്ഷകരോടും പറയാനുള്ളത്. ഫീൽഡിലൊക്കെ നിൽക്കുന്ന റിപ്പോർട്ടർമാർ എന്ത് പറയണമെന്നറിയാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇതാണ്, ഈ ഒരു അവസ്ഥയാണ്. ഈ ഒരു അവസ്ഥ മറികടന്ന് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ആ നാടിനെ സംബന്ധിച്ചിടത്തോളം തീരാവേദനയാണ്. വാടക വീട്ടിൽ താമസിക്കുന്ന ആ കുഞ്ഞിൻ്റെ കുടുംബം, അവർക്കവിടെ പൊതുദർശനത്തിന് ഉള്ള ക്രമീകരണങ്ങൾ ഒരുക്കാനുള്ള സാഹചര്യമൊന്നുമില്ല. തൊട്ടടുത്ത വീടിൻ്റെ മുറ്റം അതിനായി ഒരുങ്ങുകയാണ്. അത്രത്തോളം വലിയ വൈകാരികമായ ബന്ധം, ഹൃദയബന്ധം പരസ്പരം കാത്തു സൂക്ഷിച്ചിരുന്ന അടുത്തടുത്ത 4 വീട്ടിലെ കുഞ്ഞുങ്ങളാണ് നിമിഷ നേരം കൊണ്ട് ലോകത്തോട് വിട പറഞ്ഞു പോയത്. ഒരുമിച്ച് അവർ യാത്രയാവുകയാണ്. ആ നാട്ടിലെ ആളുകളൊക്കെയും വന്ന് നിന്ന് അലറിക്കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്.
ഹൃദയയുടെ വീട്ടിൽ നിന്നുള്ള തീർത്തും വൈകാരികമായ നിമിഷങ്ങളാണ്. ചുരുങ്ങിയ മിനിറ്റുകൾ കൂടി മാത്രമേ ഉള്ളൂ ഈ കുഞ്ഞുങ്ങളൊക്കെയും ആ വീടുകളുടെയൊക്കെയും മുറ്റത്ത്. ചേതനയേറ്റ ശരീരമാണെങ്കിലും ഇനി ഈ വീടിനൊപ്പം അവരാരുമില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാകാതെ അലറിക്കരയുന്ന കുടുംബാംഗങ്ങൾ, നാട്ടുകാർ, ബന്ധുക്കളൊക്കെയുമാണ് ഈ ഒരു സമയത്ത് നമ്മുടെ വേദന എന്ന് പറയുന്നത്. ഇപ്പോൾ 8 മണിയോടുകൂടി പൊതുദർശനം, വീടുകളിലുള്ള പൊതുദർശനം പൂർത്തിയാക്കി കരിമ്പനയ്ക്കൽ ഹാളിലേക്ക് 4 പേരെയും കൊണ്ടുപോകും. അവിടെ ജില്ലയിലെ മന്ത്രിമാർ കെ കൃഷ്ണൻകുട്ടി, എം പി രാജേഷ് എന്നിവർ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അവിടെ എത്തുന്നുണ്ട്. ഈ പൊതുദർശന ക്രമീകരണങ്ങളൊക്കെയും വിലയിരുത്തും. ഒപ്പം അവർ കൂടി ചേർന്നായിരിക്കും കരിമ്പനയ്ക്കൽ ഹാളിലെ പൊതുദർശനത്തിന് നേതൃത്വം നൽകുക. അങ്ങനെയുള്ള വിവരങ്ങളും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വരുന്നുണ്ട്. വാഹനാപകടത്തിൽ മരിച്ച കുട്ടികളുടെ പൊതുദർശനം നടക്കുന്ന കരിമ്പനയ്ക്കൽ ഹാളിൽ മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി, എം പി രാജേഷ് എന്നിവർ 8 മണിയോടുകൂടി എത്തിച്ചേരുമെന്ന വിശദാംശങ്ങളൊക്കെയും ലഭിക്കുന്നുണ്ട്. വീടുകളിൽ നിന്ന് അവരെ ഈ ഹാളിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപുള്ള അവസാനവട്ട പ്രാർത്ഥനകളൊക്കെയും, മതപരമായ പ്രാർത്ഥനകളൊക്കെയും അവിടെ നടക്കുകയാണ്. ഒരു നിലയ്ക്കും ഉൾക്കൊള്ളാനാകാത്ത അവസ്ഥയിലേക്ക് ഒരു നാടൊന്നാകെ മാറിയിരിക്കുന്നു.